ഇംഗ്ലീഷ് PYQ സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഷീ ഡാൻസസ് ഗ്രേസ്ഫുള്ളി. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ടാഗ് എഴുതാൻ പറയുമ്പോൾ ഓക്സിലറി വെർബും ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സബ്ജക്റ്റിനും അനുസരിച്ചാണ് നമ്മൾ ടാഗുകൾ എഴുതുന്നത്. സെൻറ്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കി ടാഗ് ചെയ്യുക. തന്നിരിക്കുന്ന ചോദ്യത്തിനകത്ത് സബ്ജക്റ്റായിട്ട് ഷീ വന്നിരിക്കുന്നു, എന്നാൽ ഓക്സിലറി വെർബ് ഇല്ല. ഓക്സിലറി ഇല്ലാത്തതിനാൽ നമുക്ക് മെയിൻ വെർബിനനുസരിച്ച് ഡു, ഡസ്, ഡിഡ് ഇവയിലൊന്ന് കണ്ടെത്താം. മെയിൻ വെർബ് V1 ആണെങ്കിൽ ഡു ഓക്സിലറി ആയും, മെയിൻ വെർബ് എസ്സിൽ അവസാനിക്കുന്നതാണെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന മെയിൻ വെർബുകളാണെങ്കിൽ ഡസ് ഓക്സിലറി ആയും, മെയിൻ വെർബ് V2 ആയാൽ ഡിഡ് ഓക്സിലറി ആയും കണ്ടെത്തി ടാഗ് ചെയ്യാം. ഇവിടെ ഡാൻസസ് എന്നത് എസ്സിൽ അവസാനിക്കുന്ന വെർബായതിനാൽ ഡസ് ഓക്സിലറി ആയി കിട്ടുന്നു. സെൻറ്റൻസ് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് വേർഡൊന്നും അതിനകത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡസ്സിനോടൊപ്പം നോട്ട് ചേർക്കുക. അപ്പോൾ നമുക്ക് ഡസ്സിൻ്റെ എന്ന് കിട്ടുന്നു. സബ്ജക്റ്റ് ഷീ, ഡസ്സിൻ്റെ ഷീ. അപ്പോൾ നമുക്ക് ഓപ്ഷനായിട്ട് വരുന്നതിൽ ബി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു, ഡസ്സിൻ്റെ ഷീ. രണ്ടാമത്തെ ചോദ്യം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദ വുമൺ യു സോ വിത്ത് മീ യെസ്റ്റർഡേ ഈസ് ഡാഷ് ആൻഡ് ഓഫ് മൈൻ. ഇപ്പം ആൻറ്റി അല്ലെങ്കിൽ ആൻറ്റ് എന്ന വാക്കിന് മുന്നിൽ ഏത് ആർട്ടിക്കിൾ ചേർക്കുമെന്നാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ, സ്വരാക്ഷരം എന്നാൽ ആ മുതൽ അം വരെയുള്ള അക്ഷരങ്ങളിലാണ് ഒരു വാക്കിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അവയ്ക്ക് മുന്നിൽ ആൻ ചേർത്ത് പറയുക. അങ്ങനെയല്ല എങ്കിൽ നമുക്ക് എ ചേർത്ത് പറയാം. അപ്പോൾ നമുക്ക് ആൻറ്റി എന്ന വാക്ക് ആയിലാണ് തുടങ്ങുന്നത്, മലയാളത്തിൽ ആയിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ആൻ ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ചോദ്യം, റാം സെഡ് ടു ഹിസ് ഫ്രണ്ട് വേർ ഈസ് ദ സിനിമ ഹാൾ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഒരു റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ റിപ്പോർട്ടർ സ്പീച്ച്, പാസീവ് വോയിസ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പം ഓപ്ഷനിൽ നിന്ന് ഉത്തരം എഴുതുന്ന മെത്തേഡാണ് നോക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി നോക്കുക. ഓക്സിലറി പ്രസൻ്റ് ആണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഉണ്ടാകുന്ന നോക്കുക. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഓക്സിലറി വെർബുകൾ തരുമ്പോൾ അവയുടെ പാസ്റ്റ് രൂപം നോക്കുക. അപ്പോൾ ഈസിൻ്റെ പാസ്റ്റ് ഏതാണ്? വാസ്. വാസ് വരുന്ന ഓപ്ഷൻ നോക്കുക. ഒന്നാമത്തെ ഓപ്ഷനിൽ ഈസ് തന്നെ വന്നിരിക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷനിൽ വാസ് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഓപ്ഷനിൽ ഹാഡ് ബീൻ ആണ്. നാലാമത്തെ ഓപ്ഷനിൽ വുഡ് ബി ആണ് വന്നിരിക്കുന്നത്. അപ്പം ബി ഓപ്ഷനാണ് വാസ് വരുന്ന ഓപ്ഷൻ. ഈസ് ആമിൻ്റെ പാസ്റ്റ് ആണ് വാസ്. അടുത്ത ചോദ്യം പാസീവ് വോയിസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ദ ഫാക്ടറി വേസ്റ്റ് ഹാഡ് പൊല്യൂട്ടഡ് ദ റിവർ. ദ ഫാക്ടറി വേസ്റ്റ് ഹാഡ് പൊല്യൂട്ടഡ് ദ റിവർ. അപ്പോൾ തന്നിരിക്കുന്നതിൽ പാസീവ് വോയിസും നമുക്ക് ഓപ്ഷനിൽ നിന്ന് എഴുതാവുന്നതാണ്. തന്നിരിക്കുന്ന പാസീവ് വോയിസ് എഴുതാൻ വേണ്ടി തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി നോക്കുക. ഓക്സിലറിക്ക് അനുസരിച്ച് നമുക്ക് പാസീവ് കണ്ടെത്താം. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഓക്സിലറി ആയി ഈസ്, ആം, ആറ്, വാസ്, വേർ. ഈസ്, ആം, ആറ്, വാസ്, വേർ വരുന്ന ചോദ്യങ്ങളിൽ ഇവയെ തുടർന്ന് ബീയിങ് ചേർത്തിട്ടുണ്ടായിരിക്കാം. ഇവയെ തുടർന്ന് എന്ത് ചേർക്കണം? ബീയിങ് ചേർക്കണം. ഇനി ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെൻറ്റൻസുകളിൽ ബീൻ ചേർത്തിട്ടുണ്ടായിരിക്കണം. ഈ വാക്കിൽ ഓക്സിലറി കഴിഞ്ഞിട്ട് എന്ത് ചേർക്കണം? ബീൻ ചേർത്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ വില്ല് മുതൽ ഓട്ടിട്ട് വരെ വരുന്ന ഓക്സിലറി കഴിഞ്ഞാൽ വരുന്ന സെൻറ്റൻസുകളാണെങ്കിൽ ബി ചേർത്തിട്ടുണ്ടായിരിക്കണം. ബി ചേർത്തിട്ടുണ്ടായിരിക്കണം. നമുക്കിവിടെ ഹാഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാഡിനോടൊപ്പം ബീൻ വരുന്ന ഓപ്ഷൻ ഉണ്ടാകും നോക്കുക. അപ്പോൾ നമുക്ക് വന്നിരിക്കുന്നതിൽ ഒന്നാമത്തേൽ ഹാഡ് വന്നിട്ടുണ്ട്, പക്ഷേ ബീൻ വന്നിട്ടില്ല. രണ്ടാമത്തെ ഓപ്ഷനിൽ ഹാഡ് ബീൻ വന്നിട്ടുണ്ട്. മൂന്നാമത്തേൽ ഹാസ് ബീൻ ആണ് കിടക്കുന്നത്, ഓക്സിലറി മാറിപ്പോയി. നാലാമത്തെ നൺ ഓഫ് ദീസ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ്. ഹാഡ് ബീൻ വരുന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ദ റിവർ ഹാഡ് ബീൻ പൊല്യൂട്ടഡ് ബൈ ദ ഫാക്ടറി വേസ്റ്റ്. അടുത്തത് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇഫ് ഐ ഹാഡ് വോൺ ദ ഗെയിം ഐ ഡാഷ് യു എ പാർട്ടി. നമുക്കറിയാം ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട് 3 റൂളുകളാണുള്ളത്. ഇഫിനോടൊപ്പം പ്രസൻറ്റ് ടെൻസ് ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വില്ല്, ഷാള്, ക്യാന്, മേ പ്ലസ് V1. ഇനി രണ്ടാമത്തതാണെങ്കിലോ ഇഫിനോടൊപ്പം പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഉത്തരം മറുഭാഗത്ത് ഏത് വരണം? എന്ത് ചെയ്യും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇനി മൂന്നാമത്തെ റൂള് ഇഫിനോടൊപ്പം ഹാഡ് പ്ലസ് V3 പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നതെങ്കിൽ
മറുഭാഗത്ത് വുഡ് ഹാവ്, ഷുഡ് ഹാവ്, കുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് വരും. അപ്പോൾ നമുക്കിവിടെ ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 വന്നാൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 വരുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. വുഡ് ഹാവ് ഗിവൺ, വുഡ് ഹാവ് ഗിവൺ ഉത്തരമായിട്ട് വരുന്നു.